നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ഇന്ന് ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജ് ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ട്രേഡേഴ്സ് റൂ അണ്ടർപ്രൈസ്ഡ് ഓണിയൻ എക്സ്പോർട്സ് ടു ദ UAE എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എക്സ്പോർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 വരുന്ന എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ആർട്ടിക്കിൾ നിന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും നമ്മൾ UAE കയറ്റുമതി ചെയ്യുന്ന ഒണിയൻ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് എടുത്ത് പരാമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ബേസിക്കലി അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം, അണ്ടർലൈനിങ് ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, വിൻഫോൾ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് ബേസിക്കലി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഓയിലിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ പെട്രോളിയം കമ്പനികൾക്ക് കിട്ടിയ ലാഭത്തിന്മേലൊക്കെ തന്നെ വിൻഫോൾ പ്രോഫിറ്റുകളിന്മേൽ ടാക്സുകളൊക്കെ സർക്കാർ ഏർപ്പെടുത്തുന്നുള്ള ടോപ്പിക്ക് വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആദ്യമേ തന്നെ വിൻഫോൾ പ്രോഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കണം, അതോടൊപ്പം തന്നെ എന്താണ് വിൻഫോൾ ടാക്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഇതിന്റെ ഇഷ്യൂ പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം ഈ കഴിഞ്ഞ വർഷത്തെ ഈ പറഞ്ഞ പോലെ മീൻസ് അഗ്രികൾച്ചർ സീസൺ 2023 നമ്മുടെ ഖാരിഫ് സീസണിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഈ വർഷം കുറവായിരിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു പ്രൊഡക്ഷൻ ലെവൽ കുറവായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ബേസിക്കലി എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്, സപ്ലൈയും ഡിമാൻഡും ഈ പറഞ്ഞ പോലെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ അല്ലാതെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൈസിന്റെ വേരിയേഷൻ നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇവിടെ നോക്കുവാണെങ്കിൽ സപ്ലൈയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സപ്ലൈ ഈ വർഷം റിഡക്ഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെ? ഖാരിഫ് സീസണിലായാലും അല്ലെങ്കിൽ റാബി സീസണിലായാലും ആ ടെമ്പറേച്ചറിൽ വേരിയേഷൻ മൂലം ഈ പറഞ്ഞ പോലെ സപ്ലൈയിൽ റിഡക്ഷൻ ആണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ. സോ ആ ഒരു ടൈമിൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും, കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഡിമാൻഡ് നമ്മുടെ രാജ്യത്തുണ്ട്. സോ സപ്ലൈ കുറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ, സപ്ലൈയിൽ ഈ പറഞ്ഞ പോലെ റിഡക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്ക് എന്ത് കണ്ടേക്കാം, പ്രൈസ് റൈസ് കണ്ടേക്കാം, ഇൻഫ്ലേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഓണിയൻ പോലെയുള്ള കാർഷിക പ്രൊഡക്റ്റുകൾ, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പല വിദേശ രാജ്യങ്ങളെയും കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ഇത്തരത്തിൽ ഒരു റിഡക്ഷൻ, ഒരു പ്രൊഡക്ഷനിൽ റിഡക്ഷൻ കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യത്തിന് സാധനം കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഡബിൾ ലെവലിൽ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഈ വർഷം പ്രൊഡക്ഷൻ കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും കൂടെ പോയി കഴിഞ്ഞാൽ അതൊരു ഡബിൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റായ ഡയറക്ടറേറ്റ് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഈ പറഞ്ഞ പോലെ ട്രേഡ് കൈകാര്യം ചെയ്യുന്ന ഡയറക്ടറേറ്റ് ഈ പറഞ്ഞ പോലെ മാർച്ച് മാസം വരെ, ഈ വർഷം മാർച്ച് മാസം വരെ, കഴിഞ്ഞ 31 വരെയായിരുന്നു, ആ ഒരു കഴിഞ്ഞ മാർച്ച് 31 വരെ ബേസിക്കലി ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ, ഈ പറഞ്ഞ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലേക്ക് ഒരു ബാൻ ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബാൻ കൊണ്ടുവരാൻ കാരണം വേറൊന്നുമല്ല, ഇവിടെ പ്രൊഡക്ഷൻ കുറയുന്നു, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാതെ വന്നാലോ എന്നുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ്, പ്രൈസ് റൈസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് മാർച്ച് വരെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ UAE നമ്മൾ ഡിപ്ലോമാറ്റിക് ചാനൽ ഉപയോഗിച്ചിട്ട്, മീൻസ് നമ്മുടെ ആ ഒരു ഇന്ത്യ UAE തമ്മിലുള്ള ആ ബന്ധങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് ബേസിക്കലി UAE-യിലും ഈ ഒരു ഒണിയൻ കാര്യങ്ങളും കിട്ടാനായിട്ടൊന്നും ഇല്ല. അപ്പം ഇന്ത്യയിൽ നിന്നും എങ്ങനെയെങ്കിലും കുറച്ച് ഈ പറഞ്ഞ പോലെ ആ ഒരു ഒണിയൻ മീൻസ് UAE-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കരാറിലേക്ക്, ഒരു ധാരണയിലേക്ക് ഇന്ത്യ ഗവൺമെന്റും UAE ഗവൺമെന്റും എത്തിയിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഇപ്പം നമ്മൾ നിലവിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസങ്ങളിൽ UAE-യിലേക്ക്, സെലക്ടഡ് കൺട്രി ആയി UAE-യിലേക്ക് ഇന്ത്യയിൽ നിന്നും നമ്മൾ ഒണിയൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം പറ്റിയിരിക്കുന്നത്. കാരണം ഈ ഇന്ത്യയിൽ നിന്ന് നമ്മൾ UAE-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊക്യൂർ ചെയ്യുന്ന ഓണിയൻ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് 12 മുതൽ 15 രൂപയ്ക്കാണ് പെർ കെ ജി 12 മുതൽ 15 രൂപയ്ക്കാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. എന്നിട്ട് ഇതേ ഓണിയൻ നമ്മൾ UAE-യിലെ മാർക്കറ്റിൽ, UAE-യിൽ ഈ പറഞ്ഞ പോലെ കയറ്റുമതി ചെയ്തതിനു ശേഷം അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത് ഇന്ത്യൻ രൂപയായ 120 മുതൽ 150 രൂപയ്ക്കാണ് പെർ കെ ജി ലെവലിൽ അവിടെ വിറ്റഴിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർഷകർ ഈ പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രതിഷേധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ട്രേഡേഴ്സ് റൂ അണ്ടർ പ്രൈസ്ഡ് ഓണിയൻ എക്സ്പോർട്ടേഴ്സ് ടു ദ UAE എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ചെറിയ വിലക്ക് ഈ പറഞ്ഞ പ്രൊക്വയർ ചെയ്ത് നമ്മൾ UAE-ക്ക് കൊടുത്തിരിക്കുന്ന സാധനം UAE-യിൽ ഈ പറഞ്ഞ ഷോപ്പ് കീപ്പേഴ്സ് ഒക്കെ തന്നെ വിൽക്കുന്നത് ഇവിടുന്ന് പ്രൊക്യൂർ ചെയ്തതിന്റെ 4ഉം 5ഉം ഇരട്ടി ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രൈസ് വെച്ചിട്ടാണ് അവരവിടെ വിറ്റഴിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെയാണ്, ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് കൊണ്ടല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന, നമ്മുടെ ഭാഗ്യത്തിന്റെ പുറത്തോ അങ്ങനെയൊക്കെ കിട്ടുന്ന തരം പ്രോഫിറ്റിനെയാണ് നമ്മൾ വിൻഫോൾ പ്രോഫിറ്റ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾക്ക്
ലോട്ടറിയിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ അതൊരു ഭാഗ്യ പരീക്ഷണമായിട്ടൊക്കെ പറയുന്നതല്ലേ, അല്ലാണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഹാർഡ് വർക്കിന്റെ ഒരു സ്കില്ലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോഫിറ്റിനെയാണ് ബേസിക്കലി വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇത് ഇന്ത്യയുടെ ടേംസിലേക്ക് നമ്മൾ കൂടുതൽ കണ്ടു തുടങ്ങിയത് ആ ഒരു റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്താണ്. ആ റഷ്യ ഉക്രൈൻ വാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി റഷ്യയിൽ നിന്നുമുള്ള എണ്ണയുടെ ഈ പറഞ്ഞ പോലെ പ്രസൻസ് അല്ലെങ്കിൽ സപ്ലൈ ഈ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങൾക്കിടയിൽ കുറവ് വന്നു. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഓയിലിന്റെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം പ്രൈസ് കൂടി. ആ പ്രൈസ് വർധനവ് മൂലം ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ലോകമെമ്പാടും ഉണ്ടായിരുന്ന ഈ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കൊക്കെ തന്നെ അവർ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ പെട്ടെന്നൊരു ലാഭം അവർക്ക് കിട്ടുകയാണ് ചെയ്തത്. ആ ഒരു ലാഭത്തിനൊക്കെ തന്നെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ലാതെ നമുക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന തരത്തിലുള്ള പ്രോഫിറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് വിൻഫോൾ പ്രോഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഒക്കെ തന്നെ ടാക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോഫിറ്റുകളെ ടാക്സ് ചെയ്യുന്നുണ്ട്. ഈ ടാക്സിന് പറയുന്ന പേരാണ് വിൻഫോൾ ടാക്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലും ശരിക്കും നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കേണ്ട എന്താണ് വിൻഫോൾ ടാക്സ് എന്നും അതുപോലെ എന്താണ് വിൻഫോൾ പ്രോഫിറ്റ് എന്നും മനസ്സിലാക്കിയേക്കുക. കാരണം ഇതിന്റെ ബേസിക് അണ്ടർലൈൻ ഫാക്ട് വരുന്നില്ല. ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഓണിയന്റെ കാര്യത്തിലേക്ക് UAE-യിലൊക്കെ തന്നെയുള്ള ഷോപ്പ് കീപ്പേഴ്സ് ഡിറൈവ് ചെയ്യുന്ന പ്രോഫിറ്റിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തിനാണ് ഇപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് താൽക്കാലികമായിട്ട് മാർച്ച് വരെ നമ്മൾ എക്സ്പോർട്ട് ബാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടുത്തെ പ്രൊഡക്ഷൻ കുറയുന്നു, അപ്പോൾ ആവശ്യത്തിന് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ബാൻ ചെയ്തത്. പിന്നെ UAE-യുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധത്തിലൂടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് എമൗണ്ട് ഏകദേശം 3000 ടണ്ണോളം ഈ പറഞ്ഞ ഓണിയൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ മാസങ്ങൾ വെച്ച് ഈ പറഞ്ഞ പോലെ UAE-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു റെസ്ട്രിക്റ്റഡ് എമൗണ്ട് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിച്ചേക്കാം. ഓക്കെ, അതേപോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഓണിയൻസിന്റെ പ്രൈസിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഇതൊക്കെ വെക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു ക്യാപ്പ് ഒക്കെ വെക്കാനായിട്ട് പോകും. മിനിമം ഇത്ര രൂപയ്ക്ക് വെച്ച് കൊണ്ട് മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ക്യാപ്പുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയുള്ള ക്യാപ്പുകൾ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യപരമായിട്ട് ഇവിടുന്ന് ഒരുപാട് ഓണിയൻ എക്സ്പോർട്ട് ചെയ്ത് പോകാതിരിക്കാനാണെന്നുള്ള കാര്യവും കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കലി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. എസ്പെഷ്യലി ഇതാണ് ആ വാർത്തയ്ക്കകത്ത് വന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഹാഡ് അനൗൺസ് എ ബാൻ ഓൺ ഓണിയൻ എക്സ്പോർട്സ് അണ്ടിൽ മാർച്ച് 2024 മാർച്ച് 2024 വരെ ഓണിയന്റെ എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്ത് നിന്നും ഓണിയന്റെ എക്സ്പോർട്ട് താൽക്കാലികമായിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഈ പറഞ്ഞ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബാനാണ് ഇപ്പം തൽക്കാലമായിട്ട് നമ്മൾ UAE-ക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുന്ന ഒരു കാര്യം ഓർക്കാം. ഇനി ഇവിടെ എക്സാമിന് പോലും മനസ്സിലാക്കണം എന്താണ് ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. കാരണം ഇതിനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ UPSC-ക്ക് ചോദ്യം ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് മീൻസ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോം ഔട്ട് ചെയ്ത് 1991 ശേഷമാണ്. കാരണം 1990 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ടേമാണ് LPG റിഫോംസ് അല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ റിഫോംസ്. ഈ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ LPG റിഫോംസിന് ശേഷമാണ് ഇന്ത്യ ഓപ്പൺ അപ്പ് ആയത്, കൂടുതൽ നമ്മുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആയത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇപ്പോൾ റെഗുലേഷൻ ആവശ്യമായിട്ട് വരും. ആ ഒരു റെഗുലേഷനൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫീസ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ള കാര്യം ഓർക്കുക, വിച്ച് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്. ആ ഒരു പോയിന്റ് എക്സാമിന് വ്യൂ പോയിന്റ് ഓർത്തിരിക്കണം. റൈറ്റ് ഫ്രം ദ ഇൻസെപ്ഷൻ ടിൽ 1991 when liberalization in the economic policies of the government took place, the organization has been essentially involved in the regulation and promotion of foreign trade. അപ്പോൾ ഇവരുടെ ബേസിക്കൽ ഉത്തരവാദിത്തം എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? റെഗുലേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ത്രൂ റെഗുലേഷൻ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇനി ഈ ഒരു the shift was from prohibition and control of import and export to promotion and facilitation of export or imports, keeping in view the interest of the country. അപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി ഇവിടെ വ്യൂ പോയിന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ആർക്ക് ഇച്ചിരി ഇളവുകൾ കൊടുത്തത്, UAE-ക്ക് ഇളവുകൾ കൊടുത്തത്. അപ്പോൾ ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം നമ്മുടെ റെഗുലേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ത്രൂ റെഗുലേഷൻ ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് റെഗുലേഷനിലൂടെ ഫോറിൻ ട്രേഡുകളുടെ പ്രൊമോഷനും റെഗുലേഷനും ആണ് ഇവർ ഉദ്ദേശിക്കുന്ന എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇതിന്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഡയറക്ടറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് ഈ ഒരു ഓഫീസിനെ ഹെഡ് ചെയ്യുന്നത്. Then it is responsible for implementing foreign trade policy with the main objective of promoting India's export. ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് കണക്കാക്കിക്കൊണ്ട് ഇവരാണ് ബേസിക്കലി ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസീസ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. രാജ്യത്തിലുടനീളമായിട്ട് 25 റീജിയണൽ ഓഫീസുകളും ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിയിൽ ഈ ഒരു ഓർഗനൈസേഷന് റീജിയണൽ ഓഫീസ് ഉണ്ട്. ഓക്കെ, ദെൻ വിൻഫോൾ ടാക്സിന്റെ കാര്യം ആദ്യമേ തന്നെ എന്താണ് വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോഫിറ്റ്സിനെയാണ്. നമ്മൾ ആവറേജ് നേടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് ഒരു പ്രോഫിറ്റിലേക്ക് വരുമ്പോഴേക്കുമാണ് അതിനെ വിൻഫോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ടാക്സ് ചെയ്യുന്നതിനാണ് വിൻഫോൾ ടാക്സ് ഉള്ള കാര്യം ഓർക്കാം. സോ ഇറ്റ്സ് എ ഹയർ ടാക്സ് ലെവിഡ് ബൈ ഗവൺമെന്റ് ഓൺ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് വെൻ ദേ എക്സ്പീരിയൻസ് അൺഎക്സ്പെക്ടഡ് ആൻഡ് എബോവ് ആവറേജ് പ്രോഫിറ്റ്സ്. ഇനി എപ്പോഴൊക്കെയാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്, വിൻഫോൾ ടാക്സുകൾ ഇമ്പോസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദ ഗവൺമെന്റ് നോട്ടീസസ് എ സഡൻ ഇൻക്രീസ് ഇൻ ദ ഇൻഡസ്ട്രീസ് റവന്യൂ. ഒരു ഇൻഡസ്ട്രിയുടെ വരുമാനത്തിൽ പെട്ടെന്നൊരു എന്താ പറയുക വളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇങ്ങനെയുള്ള പ്രോഫിറ്റ് ടാക്സുകൾ ഈടാക്കുന്നത്. However, these revenues cannot be linked to anything the company actively pursued such as its business strategy or expansion. അതായത്
അപ്പോൾ സപ്പോസ് ആ ഒരു കമ്പനി പെട്ടെന്ന് ലാഭം ഉണ്ടാക്കി അവരുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പുതിയ തരം മെഷീനറീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെയാണ് ഇവർ പ്രോഫിറ്റ് കണ്ടെത്തിയെങ്കിൽ അതൊരു വിൻഫോൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കത്തില്ല. അതായത് അല്ലാതെ കമ്പനിയിൽ ഒരു രീതിയിലും സ്ട്രാറ്റജിക്കോ അല്ലാതെ ഒരു മാറ്റങ്ങളും വരുത്താതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഫിറ്റുകളെയാണ് പലപ്പോഴും വിൻഫോൾ പ്രോഫിറ്റ് എന്ന് കണക്കാക്കുന്നത്. അതിനെ ടാക്സ് ചെയ്യുമ്പോഴാണ് വിൻഫോൾ ടാക്സ് എന്നും പറയപ്പെടുന്നത്. സോ കൺസിക്വന്റ്ലി വിൻഫോൾ ടാക്സ് ഇസ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് when it experiences a sharp increase in revenue due to unrelated external events എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. എഡിറ്റോറിയൽ പേജിന്റെ ആർട്ടിക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എഡിറ്റോറിയൽ പേജ് നോക്കുവാണെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം യെസ്റ്റർഡേ April 7th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ബേസിക്കലി ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾസ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ ഇന്ന് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിക്കിൾസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിൻ വ്യൂ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഗോൺ ടു സൂൺ ദ സബ്ജക്ട് ഓഫ് യൂത്ത് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് യൂത്ത് സൂയിസൈഡ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ആ ഒരു ടോപ്പിക്കിനാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി സൂയിസൈഡ് എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ട് പോകുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സൊസൈറ്റി, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ സ്കീംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗവർണൻസിന്റെ വ്യൂ പോയിന്റിലും ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യും. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കണോമിയുടെ വ്യൂ പോയിന്റിൽ നമ്മൾ പഠിക്കും. കാരണം സൂയിസൈഡ്സ്, എസ്പെഷ്യലി യൂത്ത് സൂയിസൈഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ അത് ബാധിക്കാം. കാരണം നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനാണ് അത് ബേസിക്കലി റിഡക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കുന്നത്. ദെൻ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന 3 രീതിയിലുള്ള സൂയിസൈഡ്സ് ആണ്. മെയിൻലി യൂത്ത് സൂയിസൈഡ്, യൂത്തിന്റെ ഇടയിലുള്ളത്, ദെൻ വുമൺ, സ്ത്രീകൾക്കിടയിലുള്ളത്, ദെൻ ഫാമേഴ്സ്. ഓക്കെ, ഫാമേഴ്സ്. ഈ 3 കാറ്റഗറിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിനകത്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഇടയിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സൂയിസൈഡുകൾ കാണുന്നത്, അതിനെ മറികടക്കാനായിട്ട് ഗവൺമെന്റുകൾ എന്തൊക്കെ പോളിസീസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് മെയിൻസിന് വളരെയധികം ആവശ്യമായിട്ട് വരും. എസ്പെഷ്യലി എത്തിക്സിന്റെ ഒക്കെ പേപ്പറിനകത്താണെങ്കിലും ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ട്, സൂയിസൈഡുമായിട്ട് റിലേറ്റഡുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ട് നമുക്ക് ഡേറ്റാസുകൾ ആവശ്യം വരും. സോ ഇങ്ങനെയുള്ള ഡേറ്റാസുകൾ മെയിൻലി നമുക്ക് കിട്ടുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സൈറ്റിൽ നിന്നുമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. സൂയിസൈഡ് ഇൻ ഇന്ത്യ. So suicide is a tragic and ultimately loss of human life. All the more devastating and perplexing effect ആണ് സൂയിസൈഡ് എന്ന് പറയുവാണെങ്കിൽ. സോ ഇന്ത്യയുടെ കാര്യത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് സൂയിസൈഡ് ഡേറ്റാസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. 2022 ഡേറ്റ നോക്കുമ്പോഴേക്ക് റിവീൽസ് ദാറ്റ് 1.71 lakh പീപ്പിൾ ഡൈഡ് ബൈ സൂയിസൈഡ്. 2022 മാത്രം ഇന്ത്യയിൽ 1.71 ലക്ഷം ആളുകളാണ് സൂയിസൈഡ് മൂലം മരണമടഞ്ഞെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അതും ഈ പറഞ്ഞ പോലെ ദ സൂയിസൈഡ് റേറ്റ് ഹാസ് ഇൻക്രീസ് ടു 12.4 പെർ 1 lakh. 1,00,000 പേര് എടുത്തു കഴിഞ്ഞാൽ 12.4% സൂയിസൈഡ് റേറ്റിന്റെ ഇൻക്രീസ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദാറ്റ് ടു ദ ഹയസ്റ്റ് റേറ്റ് എവർ റെക്കോർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സൂയിസൈഡ് റേറ്റ് ഇൻക്രീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കുക. അൺഫോർച്ചുനേറ്റ്ലി 41% ഓഫ് ഓൾ സൂയിസൈഡ്സ് ആർ ബൈ യങ് ബിലോ ദ ഏജ് ഓഫ് 30. 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഈ 1.71 ലക്ഷം ആളുകളിൽ 41% എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് എ യങ് ഇന്ത്യൻ ഡൈസ് ബൈ സൂയിസൈഡ് എവറി 8 minutes. ഓരോ 8 മിനിറ്റിലും നമ്മുടെ രാജ്യത്ത് ഒരു യങ് ഇന്ത്യൻ, ബേസിക്കലി 30 ഏജസിന് താഴെയുള്ള ഒരു യങ് ഇന്ത്യൻ മരണം അടയുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിച്ച് ഈസ് എ ലോസ് ടു ഫാമിലി, സൊസൈറ്റി, ദ എക്കണോമി ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി. അപ്പൊ ഇത്രമാത്രം ലോസസ് ഒരു സൂയിസൈഡ് മൂലം ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ദെൻ ഇതിന്റെ ബേസിക് കാരണങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി പറഞ്ഞ പല രീതിയിലുള്ള കാരണങ്ങൾ പറയാറുണ്ട്. സ്റ്റാൻഡിങ് ഫ്രം മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഈ ഒരു സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരിക്കുന്ന ഒരു കാരണമാണ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. 54% ഉണ്ട്. ദെൻ നെഗറ്റീവ് ഓർ ട്രോമാറ്റിക് ഫാമിലി ഇഷ്യൂസ്. 36% ആളുകൾ ഫാമിലി ഇഷ്യൂസ് മൂലമാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്യുന്നത്. ദെൻ അക്കാഡമിക് സ്ട്രെസ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അക്കാഡമിക് സ്ട്രെസ്. എസ്പെഷ്യലി കുട്ടികൾക്കിടയിലുള്ള സൂയിസൈഡ് റേറ്റുകളുടെ വർധനവിന് കാരണം ഈ അക്കാഡമിക് സ്ട്രെസ് മൂലമാണ്. ഓക്കെ, 23% ഉണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് 20%, വയലൻസ് 22%, എക്കണോമിക് ഡിസ്ട്രസ് 9.1%. എസ്പെഷ്യലി എക്കണോമിക് ഡിസ്ട്രസ് ആണ് പലപ്പോഴും ഫാമേഴ്സിന്റെ ഒക്കെ ഇടയിലുള്ള സൂയിസൈഡ് റേറ്റിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ഫാക്ടേഴ്സ് 9%. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിന് വളരെയധികം ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഓർത്ത് വെച്ചേക്കാം, മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും കൂടുതൽ. ദെൻ നെഗറ്റീവ് ട്രോമാറ്റിക് ഫാമിലി ഇഷ്യൂസ്, അക്കാഡമിക് സ്ട്രെസ്, സോഷ്യൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, വയലൻസ്, എക്കണോമിക് ഡിസ്ട്രസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് പ്രധാനപ്പെട്ട, ഇത്രമാത്രം അല്ല എന്നാലും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. ദെൻ
ഇവിടെ നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുവാണെങ്കിൽ യങ് ഗേൾസ് ആൻഡ് വുമൺ, യങ് ആയിട്ടുള്ള ഗേൾസിനും വുമൺസിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പലപ്പോഴും റീസൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്, സച്ച് ആസ് എയർലി മാരേജസ് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മാരേജ് ചെയ്ത് പോകുന്ന വീടുകളിൽ ഈ പറഞ്ഞ പോലെ അവർ നേരിടുന്ന വയലൻസുകൾ, ഡൊമസ്റ്റിക് വയലൻസുകൾ, ദാറ്റ് ടു ഫ്രം പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വീടുകളിലെ മറ്റ് ആളുകൾക്കിടയിൽ നിന്നുള്ള വയലൻസുകളാകാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളാകാം. ദെൻ യങ് മദർഹുഡും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം യങ് ഏജിലുള്ള ഈ മാരേജസും അതുമൂലം ഈ പറഞ്ഞ പോലെ യങ് ഏജിൽ തന്നെയുള്ള മദർഹുഡ് ഈ പറഞ്ഞ പോലെ അവർക്കും ഇടയിൽ, സ്ത്രീകൾക്കിടയിൽ മാനസികപരമായിട്ടുള്ള മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം നോക്കി, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് 54%. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്തിലേക്ക് നയിച്ചേക്കാം? മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് നയിച്ചേക്കാം. ദെൻ ലോ സോഷ്യൽ സ്റ്റാറ്റസ്, ഡൊമസ്റ്റിക് വയലൻസസ്, എക്കണോമിക് ഡിപ്പെൻഡൻസ്, ഇതെല്ലാമാണ് പൊതുവിൽ ഈ പറഞ്ഞ പോലെ യങ് ഗേൾസിലും വുമൻസിനും ഇടയിൽ ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് റേറ്റ് വർദ്ധിക്കാൻ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ദെൻ ഇനി യൂത്തിന്റെ ഇടയിൽ നോക്കുവാണെങ്കിൽ, പൊതുവായിട്ട് യൂത്തിന്റെ ഇടയിൽ നോക്കുവാണെങ്കിൽ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് സബ്സ്റ്റൻസസിന്റെ ഉപയോഗമാണ് പലപ്പോഴും യൂത്ത് സൂയിസൈഡ്സിലേക്ക് വഴിതെളിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ 1/3 ഓഫ് യങ് പീപ്പിൾ ആർ സൈബർ ബുള്ളിഡ്. സൈബർ ആക്രമണം മൂലം മരണമടയുന്ന 1/3 ആയിട്ടുള്ള യങ് ഇന്ത്യൻസ് ഉണ്ടെന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ് റിഡക്ഷൻ ഇൻ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിക് കൺസംഷൻ. പലപ്പോഴും ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിലേക്കൊക്കെ തന്നെ വഴിതെളിക്കുന്ന ഒരു ഘടകമാണ് ഈ ആൽക്കഹോളിക് കൺസംഷൻ എന്ന് പറയുകയാണെങ്കിൽ. സോ ആൽക്കഹോളിക് കൺസംഷനും ഒക്കെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് ഡൊമസ്റ്റിക് വയലൻസിന് ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുവഴി ഈ പറഞ്ഞ ഫാമിലി എൻവയോൺമെന്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എഡ്യൂക്കേഷൻ റിഫോംസ് ഏറ്റവും അടുത്തതായിട്ട് വേണ്ടതാണ്. എഡ്യൂക്കേഷൻ റിഫോംസ് കൃത്യമായിട്ടും കുട്ടികളെ, എസ്പെഷ്യലി സ്റ്റാർട്ടിംഗ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ലെവൽ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാനസികപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനോടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവർക്ക് ആ ഒരു മനോഭാവം ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് മെത്തേഡുകൾ കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ വളർത്തിയെടുക്കുക. എഡ്യൂക്കേഷൻ റിഫോംസ് കൃത്യമായിട്ടും ആവശ്യമാണ്. ദെൻ സൊസൈറ്റൽ ചേഞ്ചസ് സച്ച് ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ, അത് കാസ്റ്റ് ബേസ് ആയിക്കോട്ടെ, റിലീജിയൻ ബേസ്ഡ് ആയിക്കോട്ടെ, സെക്ഷുവാലിറ്റിയുടെ ബേസ്ഡ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് പലപ്പോഴും ആളുകൾക്ക് മെന്റൽ റിലേറ്റഡുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് പിന്നീട് സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട പോലെയുള്ള വലിയൊരു ആ ഒരു സൂയിസൈഡ് നമ്പേഴ്സ് നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. എസ്പെഷ്യലി 2019 ഇതിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി ഒക്കെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മുഖാന്തരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് ഫൈനൽ സ്ട്രാറ്റജി ആയിട്ട് 2022 നമ്മൾ അവതരിപ്പിക്കുകയും ആ സ്ട്രാറ്റജിയുടെ നമ്മൾ ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ട് അറിയപ്പെടുന്ന ഒബ്ജക്റ്റീവ് ഓഫ് റെഡ്യൂസിംഗ് സൂയിസൈഡ് ബൈ 10% ബൈ 2030 2030 ആകുമ്പോഴേക്കും ടോട്ടൽ ലെവൽ ഓഫ് സൂയിസൈഡ് റേറ്റുകൾ 10% കുറയ്ക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് പറയപ്പെടുന്നത്. സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. ദെൻ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. എസ്പെഷ്യലി ഇപ്പോൾ പ്രിലിംസിൻ്റെ ഒക്കെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ വേൾഡ് ജോഗ്രഫി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്രായേലിന്റെ മാപ്പ് ബേസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇസ്രായേലിൽ പഠിച്ചപ്പോഴേക്കും അത് ഇസ്രായേൽ ബോർഡർ ആയിട്ടുള്ള രാജ്യങ്ങളും ഈ പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ ഏരിയ ഒക്കെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് സിറിയയാണ്. കാരണം സിറിയയും ഈ പറഞ്ഞ പോലെ വാർ പ്രശ്നങ്ങൾ മൂലം, ഈ പറഞ്ഞ പോലെ വയലൻസുകൾ മൂലം പല രീതിയിൽ വാർത്തകൾ നമുക്ക് കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിറിയയുടെ മാപ്പാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സിറിയ എന്ന് പറയുന്ന രാജ്യമാണ്. ഓക്കെ, ബേസിക്കലി ഈ ഒരു പ്രദേശമാണ്. ആ ഒരു ബൗണ്ടറി ലൈനൊക്കെ കാണാൻ സാധിക്കും. സിറിയയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. ഓക്കെ, തലസ്ഥാനം ഡമാസ്കസ് ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ വേൾഡ് കൂടിയാണ് ഡമാസ്കസ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ സിറിയ ബോർഡർ ചെയ്തിരിക്കുന്ന മറ്റു രാജ്യങ്ങൾ നോക്കിയും ഒന്ന് ഈ പറഞ്ഞ ടർക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടർക്കി കാണാം. റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഇറാഖാണ് ബോർഡർ ചെയ്യുന്നത്. ദെൻ താഴേക്ക് സൗത്ത് പ്രദേശങ്ങളിൽ ജോർദാനും അതേപോലെ തന്നെ ഇവിടെ ഇസ്രായേലും ബോർഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രദേശങ്ങളിൽ ഇസ്രായേൽ ബോർഡർ ചെയ്യുന്നുണ്ട്. ദെൻ ലെബനൻ. ഓക്കെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ടർക്കി, ഇറാഖ്, ജോർദൻ, ഇസ്രായേൽ ആൻഡ് ലെബനൻ, ഇത്രയും 5 രാജ്യങ്ങളാണ് ഈ സിറിയയുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ കടൽ അതിർത്തി സീ ആയിട്ട് ബോർഡർ സിറിയ ചെയ്യുന്നുണ്ട്. മെഡിറ്ററേനിയൻ സീ ഒരു ചെറിയൊരു ഭാഗം, ഇത് നോക്കി ഇത്രയും ഭാഗം ഈ പറഞ്ഞ പോലെ സിറിയയിലെ മെഡിറ്ററേനിയൻ സീ ആയിട്ട് ബോർഡറാണ്. മെഡിറ്ററേനിയൻ സീ പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് 21 രാജ്യങ്ങൾ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൊരു രാജ്യമാണ് സിറിയ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ജോഗ്രഫി വൈസ് ഒരു കാര്യം കൂടെ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൗണ്ട് ഹെർമൻ കാണാൻ സാധിക്കും. ഒരു മിനിറ്റ്, ഞാൻ സ്ലൈഡ് ഇത് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് മൗണ്ട് ഹെർമൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2840 മീറ്റർ റൈസ് ഹൈറ്റ് ഉള്ള മൗണ്ട് ഹെർമൻ. ശരിക്കും പറഞ്ഞാൽ മൗണ്ട് ഹെർമൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സിറിയയ്ക്കും അതേപോലെ ഇസ്രായേലിനും ഇടയിലായിട്ടുള്ള ബോർഡർ ഏരിയയിലാണ്. അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്, മീൻസ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. എനിവേ മൗണ്ട് ഹെർമൻ ഏത് രണ്ട് രാജ്യങ്ങളുടെ ബോർഡർ ആണ് സ്ഥിതി ചെയ്യുന്നത്? ഇസ്രായേലിന്റെയും അതേപോലെ സിറിയയ്ക്കും ഇടയിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് എക്സാമിന് വ്യൂ പോയിന്റിൽ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാപ്പ് ബേസ്ഡ്
ആയിട്ട് കൃത്യമായിട്ട് അറിയാനുള്ളത്. 5 ബോർഡറിംഗ് സ്റ്റേറ്റ്സ് അറിഞ്ഞിരിക്കുക: ടർക്കി, ഇറാഖ്, ജോർദാൻ, ഇസ്രായേൽ ആൻഡ് ലെബനൻ. ദെൻ കടൽ അതിർത്തി പങ്കിടുന്ന മെഡിറ്ററേനിയൻ സീയുമായിട്ടാണ് ഡമാസ്കസ് ആണ് ക്യാപിറ്റൽ. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ആണ് ഇൻ ദ വേൾഡ് ആണ്. ദെൻ മൗണ്ട് ഹെർമൻ ഈ ഒരു സിറിയയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള ബോർഡർ ഏരിയയിലാണ് സ്ഥിതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഇന്ത്യൻ ന്യൂസ് പേപ്പർ അനാലിസിനകത്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്